ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കിലി ടാസ്ക് കിരീട യുദ്ധം എന്ന് പറയുന്ന ടാസ്കിൽ ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നു, ഇനിയും തൊപ്പി ഊരൽ ടാസ്കുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കയ്യോ കാലോ ഒക്കെ ഒടിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്ന് മാറ്റി പിടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു പുതിയ ഗെയിം അനൗൺസ് ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, 2 സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ 2 സ്റ്റാൻഡിലും ഓരോ ബോളുമായിട്ട് പോയി അപ്പുറത്തെ ബോക്സിൽ ഒരു കൈ കൊണ്ട് ആ ബോൾ പിടിച്ച് ആ സ്റ്റാൻഡ് ബാലൻസ് ചെയ്ത് അപ്പുറത്തെ ബോക്സിൽ കൊണ്ടിടണം. അങ്ങനെ 2 റൗണ്ട്, അങ്ങനെ 4 ബോളുകളും ആ ബോക്സിലിടുന്ന ടീം ജയിക്കും. ഇതാണ് സംഭവം. ഇപ്പോൾ പുറത്താവാതെ നിൽക്കുന്ന 4 ടീമിലെയും ക്യാപ്റ്റന്മാർ വേണം ഈ ടാസ്കിൽ പങ്കെടുക്കാൻ. അതായത് ക്യാപ്റ്റന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഒനിയൽ സാബു, നെവിൻ, നൂറ, മസ്താനി, ഇവർ 4 പേര് വേണം മത്സരത്തിൽ പങ്കെടുക്കാൻ. ഈ മത്സരത്തിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ ഫൈനൽ ടാസ്കിൽ ഏറ്റുമുട്ടും, അല്ലാത്ത 2 ടീമുകൾ പുറത്താവും. അങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ മത്സരം തുടങ്ങുന്നു. ആദ്യം വന്ന ഒനിയൽ 2 മിനിറ്റ് കൊണ്ട് 4 ബോളുകളും ബോക്സിലിടുന്നു. രണ്ടാമത് വന്ന നെവിന് 3 മിനിറ്റും 40 സെക്കൻഡും എടുക്കുന്നു. മൂന്നാമത് വന്ന നൂറ 2 മിനിറ്റും 43 സെക്കൻഡും എടുക്കുന്നു. എന്നാൽ മസ്താനിക്ക് ഏകദേശം 10 മിനിറ്റോളം വേണ്ടി വന്നു ആ 4 ബോളും ബോക്സിലിടാൻ. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ 1ഉം 2ഉം സ്ഥാനം നേടിയ ഒനിയലും നൂറയും, അതായത് ഒനിയൽ സാബുവിൻ്റെ ടീമും നൂറയുടെ ടീമും ഫൈനലിൽ ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന ഫൈനലിൽ അവർ ഏറ്റുമുട്ടും. അതുകൂടാതെ നെവിൻ്റെ ടീമും മസ്താനിയുടെ ടീമും ഈ വീക്ക്ലി ടാസ്ക് കിരീട യുദ്ധം എന്ന് പറയുന്ന വീക്ക്ലി ടാസ്കിൽ നിന്നും എന്നേക്കുമായി പുറത്താവുകയും ചെയ്തു. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.